ഷൈജു, പത്തനംതിട്ട ജില്ലയെ ആകെ പിടിച്ചുലച്ച മരണവാർത്തയാണ് വന്നിരിക്കുന്നത്. മരിച്ചവരിൽ 6 പേരും പത്തനംതിട്ടയിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച ഈ ആംബുലൻസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞ ശേഷം നടപടികളൊക്കെ കഴിഞ്ഞ ശേഷം തന്നെ പത്തനംതിട്ടയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷൈജു ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ജില്ലാ ഭരണകൂടം ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരുക്കങ്ങൾ, കാലതാമസം ഉണ്ടാകാതിരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? ജിൽസി, ഞാനിപ്പോഴുള്ളത് നിരണം സ്വദേശിയായ മാത്യു തോമസിന്റെ വീട്ടിന് സമീപത്താണ് ഉള്ളത്. അദ്ദേഹം പാണ്ടനാട്, അതായത് ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 27 വർഷമായി അദ്ദേഹം താമസിക്കുന്നത് പാണ്ടനാടുള്ള ഈ വീട്ടിലാണ്. ഈ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുവരുന്നത്. അതാണ് നേരത്തെ ശരൺ സൂചിപ്പിച്ച ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം. നേരത്തെ വിവരമനുസരിച്ച് 8:30 എത്തുമെന്നായിരുന്നെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 10:30 ലാൻഡ് ചെയ്താൽ അത് അതാത് ജില്ലാ കളക്ടർമാർ ഏറ്റുവാങ്ങി അതാത് വീടുകളിലേക്ക് എത്തിക്കുക എന്നൊരു ക്രമീകരണമാണ്. ഇവരോടും ആലപ്പുഴ ജില്ലാ കളക്ടർ ചെങ്ങന്നൂരിൽ എത്തിക്കും, അവിടെ നിന്ന് ബന്ധുക്കൾക്ക് ഏറ്റുവാങ്ങാം എന്നാണ് ഇവരോട് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ഒരു ക്രമീകരണങ്ങളിലേക്കാണ് അവരും കടന്നിട്ടുള്ളത്. ഈ സംസ്കാരം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മാത്യു തോമസിന്റെ ബന്ധുവാണ് ഷിബു വർഗീസ്, ഈ പായിപ്പാട് സ്വദേശി. അദ്ദേഹത്തിന്റെ മൃതദേഹവും ഇന്ന് എത്തുന്നുണ്ട്. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധുക്കൾ വന്നെങ്കിൽ മാത്രമേ അതിലും അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ. അത് സംസ്കരിച്ചതിന് ശേഷം മാത്രമാകും. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച സംസ്കരിച്ചാൽ ഇത് ചൊവ്വാഴ്ച യോധാൻപുരം പള്ളിയിൽ, ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയിലാണ് സംസ്കരിക്കാനുള്ള ഒരു തീരുമാനം ഔദ്യോഗികമായി എടുത്തിട്ടില്ലെങ്കിലും ചൊവ്വാഴ്ചയോടുകൂടി സംസ്കരിക്കണം എന്നതാണ് ബന്ധുക്കളുടെയും ഒക്കെ ഒരു തീരുമാനം. ആ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രമീകരണമാണ് അവർ നടത്തുന്നത്. ഏതായാലും കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിനുള്ള ഒരു താമസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വന്നാൽ ചെങ്ങന്നൂരിൽ വെച്ച് കളക്ടർ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം കൈമാറും. ഈ കൈമാറിയതിനു ശേഷം മോർച്ചറിയിലേക്ക് മാറ്റാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഏതായാലും ഇങ്ങനെ ഈ മൃതദേഹം എത്ര ദിവസം മോർച്ചറിയിലേക്ക് സൂക്ഷിക്കാൻ കഴിയും എന്ന സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും തിങ്കളാഴ്ചയാണ് പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതെങ്കിൽ ഇത് ചൊവ്വാഴ്ച സംസ്കരിക്കാനുള്ള ഒരു ക്രമീകരണത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും ദുഃഖസാന്ദ്രമായ അങ്ങേയറ്റം വൃത്തത്തിലാണ് ഈ കുടുംബങ്ങളെല്ലാം കഴിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 30 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നയാളാണ് ഈ മാത്യു തോമസ്. അദ്ദേഹം അവിടെ ഒരു ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ്. 27 വർഷമായി അദ്ദേഹം ഈ പാണ്ടനാടാണ് താമസിക്കുന്നത്. അദ്ദേഹം വിവാഹം ചെയ്ത് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. അവർ 2 ആളുകളും പഠിക്കുകയാണ്. അവരുടെ ഉന്നത പഠനം ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം വിദേശത്തേക്ക് പോവുകയും പ്രവാസ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്ത് ആ മക്കളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള സ്വപ്ന സാഫല്യത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ആകസ്മിക വിയോഗം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീട്ടിൽ എത്തിയതിനു ശേഷം മടങ്ങിപ്പോയത്. അതിനുശേഷം അദ്ദേഹം എല്ലാ ദിവസവും, കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടാകുന്നതിന്റെ തലേ ദിവസം പോലും ദീർഘനേരം ഫോണിൽ സംസാരിക്കുകയും ബന്ധുക്കളുമായി ഈ കുട്ടികളുടെ പഠനമടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ 27 വർഷമായി പാണ്ടനാട് തന്റെ ഭാര്യ വീട്ടിൽ, അതായത് ആ ഭാര്യ വീട്ടിലേക്ക് കടന്നു വന്നൊരു മകൻ കൂടി എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ താമസിക്കുന്നതിന് പോലും കാരണം. അദ്ദേഹം നിരണത്ത് നിന്ന് ഈ പാണ്ടനാട് താമസമാക്കുകയും ചെയ്തു. ഈ ഇടവകയിലാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരവും നടക്കുക. ചൊവ്വാഴ്ച സംസ്കാരം നടത്തുക എന്നത് സംബന്ധിച്ച ഒരു കൂടിയാലോചനകളിലേക്കാണ് ഇപ്പോൾ ബന്ധുക്കൾ പോകുന്നത്. അവരുടെ എന്തായാലും നമുക്ക് ആലപ്പുഴയിൽ നിന്നുള്ള, ചെങ്ങന്നൂരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്.